ഫസ്റ്റ് അവൻ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് നന്ദനം എന്ന ചിത്രത്തിലാണ്. ഞാൻ പറഞ്ഞ അച്ഛൻ സിനിമാ നടൻ, അമ്മയെ സിനിമയെന്ന്. അപ്പോൾ നിങ്ങൾ സിനിമയെ പോയി മോശമാണ് പോലെ എന്ന് അമ്മ പറയുമോ? നിൽക്കേണ്ടിടത്ത് നിൽക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയുക, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ. കുറച്ച് ശത്രുക്കളൊക്കെ രാജുവിനുണ്ടായ സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ തന്നെ അറിയാമല്ലോ, ഞാനിരുന്ന് കരയുക, രാജു അടുത്തിരിപ്പുണ്ട്, രഞ്ജിത്ത് സാറടക്കം അവിടെ ഉണ്ട്. കഥകളുണ്ടാക്കി ഇങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ്. എന്താണ് സിനിമയെപ്പറ്റി എന്തറിയാമായിരുന്നിട്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നത്? ഏതായാലും ഞങ്ങളുടെ വീട്ടിലെ ഒരു ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത, അതായത് ഞാൻ, സുഖോട്ടൻ, ഞങ്ങളുടെ 2 മക്കൾ, ഇതെല്ലാം ഞാനിപ്പോൾ ഇതിനോടകം പറഞ്ഞതെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. പിന്നീടുള്ളത് മക്കളുടെ പഠിത്തം. ഞാൻ പറഞ്ഞല്ലോ, സൈനിക സ്കൂള്, ഇന്ദ്രൻ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി എടുത്തു തമിഴ്നാട്ടിൽ നിന്ന്. രാജു ഓസ്ട്രേലിയയിൽ പോയി. അത് 3 വർഷവും തീർന്ന് 9 മാസമുള്ളപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ എന്താണെന്ന് ഒരു ഗോൾഡൻ ലോട്ടസോ അത് 1ാമത്തെ വർഷം 1ാം റാങ്ക് വായിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആ 9 മാസത്തിൽ വന്നപ്പോഴാണ് നന്ദനം. അതുകൂടെ കഴിഞ്ഞെങ്കിലേ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്ദനത്തിൽ അഭിനയിക്കാൻ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ഷണം കിട്ടി. നമ്മുടെ രഞ്ജിത്ത് സാറും സിദ്ദിഖുമൊക്കെ കൂടെ. സിദ്ദിഖാണ് അന്ന് ഞാൻ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പാച്ചിക്ക, അതായത് നമ്മളുടെ സംവിധായകൻ ഫാസിൽ സാറ് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, ഈ സുകുമാരൻ ചേട്ടൻ്റെ മോനും അസിൻ എന്ന് പറയുന്നത്, ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വരട്ടെ. എപ്പോഴാന്ന് വെച്ചാൽ അവനിപ്പോൾ ഉണ്ട്, 1 മാസം അവധിയാണ്, വരട്ടെ, 1.5 മാസത്തെ അവധിയേ ഉള്ളൂ, അവന് തിരിച്ച് 2ാമതങ്ങ് പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പോന്നോ? ഒന്ന് പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്ത് സാറിനെ കാണാൻ കോഴിക്കോട് പോന്നു. അന്ന് രാത്രി ആയപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദനത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടമ്മേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര ദിവസമാണ് പോലെ? അല്ല, അതൊരു മാസം. ഞാൻ പറഞ്ഞു, പോട്ടെ, ഒരു 10 ദിവസമൊക്കെ വേണേൽ നിനക്ക് ലീവ് കിട്ടത്തില്ല. കിട്ടും. അപ്പോൾ അത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ രാജുവിൻ്റെ ആദ്യ ചിത്രം നന്ദനം അങ്ങനെ അവിടെ തീരുമാനമാകുകയാണ്. ഫസ്റ്റ് അവൻ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് നന്ദനം എന്ന ചിത്രത്തിലാണ്. ഇന്ദ്രനും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്താണ് ബിജി തമ്പി സാറ് ആനി എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിൽ, എനിക്കൊന്ന് അഭിരാമിയായിരുന്നു തോന്നുന്നു അതിൻ്റെ നായിക, എടുത്തു. അപ്പോൾ അത് കണ്ടിട്ട് വിനയൻ സാറ്, സുഖേട്ടൻ്റെ മോനാണല്ലേ എന്ന് പറഞ്ഞ് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യനിൽ ജയസൂര്യയുടെ കൂടെ വില്ലനായിട്ട് ഇന്ദ്രൻ, ഇവർ 2 പേരും സിനിമയിലേക്ക് വരാൻ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞടാ, അച്ഛൻ സിനിമാ നടൻ, അമ്മയെ സിനിമയെന്ന്. അപ്പോൾ നിങ്ങൾ സിനിമയെ പോയി മോശമാണ് പോലെ എന്ന് അമ്മ പറയുമോ? ഒരിക്കലുമില്ല. നിൽക്കേണ്ടിടത്ത് നിൽക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയുക. സിനിമയിൽ അത് മാത്രം മതി. പലരും നമ്മളറിയാത്ത കാര്യങ്ങൾ പറയും. പെട്ടെന്ന് അങ്ങോട്ട് പ്രകോപിതരായി പ്രതികരിക്കാതിരിക്കുക. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ. അതാണ് ആദ്യം പഠിക്കേണ്ടത്. അത് സിനിമയായാലും രാഷ്ട്രീയമായാലും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, രാജുവിൻ്റെ കാര്യമുള്ളൂ, എനിക്ക് ലീവ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നീ നോക്കണം എന്ന് പറഞ്ഞു. മോൻ അങ്ങനെ എഴുതുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലൊരു ഗുണമുണ്ട്, അന്ന് അവർ കൊച്ചുകുട്ടിയാണ്, 18-19 വയസ്സേ ഉള്ളൂ. 12th കഴിഞ്ഞ് നേരെ IDP ഓസ്ട്രേലിയ വഴി ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ട് 2ാമത്തെ 3ാമത്തെ കണ്ട ആളായിട്ട് വന്നു, കിട്ടിപ്പോയതാണ്. എന്നാലും അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് 35 വയസ്സ് വരെയുള്ളവർക്ക് അവിടെ പഠിക്കാം. ആ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഹോ, ഇതേപോലെ 10 ദിവസം ലീവ് എടുത്ത രീതി അവർ വല്ലതും എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് അവരേക്കട്ടെ ഞാനും തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ മോൻ എന്നോട് ചോദിച്ചാൽ അമ്മ എന്ത് പറയുന്നത്? ഞാൻ പറഞ്ഞു, മക്കളെ അമ്മ എന്ത് പറയാനാ, അമ്മയ്ക്ക് ഇഷ്ടമേ ഉള്ളൂ, കാരണം നല്ല സംവിധായകരുടെ നല്ല ചിത്രങ്ങളൊക്കെ അഭിനയിക്കുക എന്നും പറഞ്ഞിട്ട് രാജു നന്ദനത്തിലും അഭിനയിച്ചു. ഇന്ദ്രയത്ത് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറഞ്ഞ സിനിമയിലും അഭിനയിച്ചു. അങ്ങനെ 2 പേരുടെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശന എൻട്രി എന്ന് പറയുന്നത് അങ്ങനെ വന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് സത്യം പറയാനുണ്ടല്ലോ, ഞാൻ ഇവരുടെയൊക്കെ പടങ്ങൾ
ഓടുമ്പോൾ കുറച്ച് ശത്രുക്കളൊക്കെ രാജുവിനുണ്ട്. സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ തന്നെ അറിയാമല്ലോ, സിനിമയായാലും രാഷ്ട്രീയമായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചുമ്മാതെയും പറയും. പല കാരണങ്ങളുണ്ട്. അതൊന്നും വ്യക്തിപരമായി അവരിൽ നിന്ന് ആർക്കും ഒരു ദ്രോഹവും കിട്ടിയിട്ടില്ല, എങ്കിലും പറയും. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോൾ ഇത്രയും വയസ്സായി, 69 വയസ്സാവാൻ പോകുന്നത് എന്നെക്കുറിച്ച് പോലും നമുക്ക് എന്തും പറയാൻ ആൾക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭിപ്രായം പറയാനാ, അനാവശ്യം പറയാനല്ല. അത് മാത്രം ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നന്ദനം ഒരു പ്രീമിയർ ഷോ പ്രിവ്യൂ ഇട്ടത് കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ പടം കണ്ടപ്പോൾ അവസാനത്തെ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഞാനിരുന്ന് കരയുക. ഈ രാജു അടുത്തിരിപ്പുണ്ട്, രഞ്ജിത്ത് സാർ അടക്കം അവിടെ ഉണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ട് വലിയ ഇമോഷണലാവുന്ന ആളൊന്നുമല്ല തിയേറ്ററിൽ. പക്ഷേ എന്താ അറിയില്ല, എനിക്കിങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ കൃഷ്ണൻ വെളിയിൽ വരുന്നു. അപ്പോൾ അപ്പുറത്ത് പുറവശത്ത് കാണിക്കുന്ന ആരെയും വിടുന്നില്ല, ഏതോ VIP തൊഴാൻ വന്ന് നിൽക്കുന്നു എന്ന് പറയുകയും അതേ സമയത്ത് കൃഷ്ണൻ അവിടെ ഇല്ല, കൃഷ്ണൻ പുറത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇത് എന്തൊരു ക്ലൈമാക്സ് ആയത്. കാരണം അപ്പോൾ കൃഷ്ണന് VIP ആണോ Z കാറ്റഗറി ആണോ അതൊന്നും നോട്ടമില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭക്തരാരാണോ അവരെ എന്നും കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതിപ്പോൾ എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഇതങ്ങോട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജസേന സാറ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ പറഞ്ഞ അതിനിടയ്ക്ക് ഏതോ സ്റ്റോപ്പ് വയലൻസിൻ്റെ ഏതോ ഒരു കഥ സാജൻ വന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനൊരു കൺഫ്യൂഷനായി തുടങ്ങി. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പടങ്ങൾ ചെയ്യണോ അതോ ഞാൻ പോയിട്ട് പിന്നെ വരണോ? അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മോൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ അവന് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ പറ, ഇത്രയും ഒരു 3 വർഷത്തോളം ഞാനവിടെ പഠിച്ചു, ശരിയാണ്. അപ്പോൾ പഠിപ്പിക്കാനൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒക്കെ എടുത്ത് നമ്മൾ പഠിപ്പിച്ചു. അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതിക്കുള്ള അവൻ തന്നെ അടച്ചു തീർത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറ എന്താ ചെയ്യേണ്ടത്? ഞാൻ മോൻ പറ, മോൻ അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്നു, എല്ലാം കഷ്ടപ്പെട്ട് അവിടെ പോയി ഈ 10 മാസം കഴിഞ്ഞ് ശരിയാണ് സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്ത് 1 കൊല്ലം കൂടെ അവിടെ നിന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ വന്ന് അത് അലമാരി വെച്ചിട്ട് സിനിമയാണോ നിനക്കിഷ്ടം, നിൻ്റെ ചോയ്സ് സിനിമയാണെങ്കിൽ ഇപ്പോൾ അഭിനയിച്ചിട്ട് പോയി, ഏതായാലും 35 വയസ്സ് വരെ അവസരം ഉണ്ടല്ലോ, എന്നാൽ ഞാൻ അഭിനയിക്കാൻ പറ്റും. അത് പറഞ്ഞത് നല്ല ഉത്സാഹത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര അച്ഛൻ്റെ മോനല്ലേ, മക്കളല്ലേ, കുറച്ചൊക്കെ കാണുക. സുഖോട്ടപ്പെട്ട സൈനിക സ്കൂളിൽ ചെന്നിരുന്നിട്ട് ഈ നാടകമൊക്കെ കളിക്കുമ്പം എൻ്റെ അടുത്ത് പറയും, ഇവന്മാർ രണ്ടും സിനിമയിൽ തന്നെ വരുമെന്നാ വലിയ തോന്നുന്നു അതൊക്കെ പറയും ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയും വരട്ടെ, നമ്മൾ 2 സിനിമയിലല്ലേ ഇതൊക്കെ പറയും. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ഞാനും മോനും തമ്മിൽ നടക്കുന്നെങ്കിലും ഞാനൊരു കാര്യം അവസാനം പറഞ്ഞു, മോനെ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും പോയി 1 വർഷം അവിടെ നിന്നു. അപ്പോൾ അറിയാമല്ലോ, അവിടെ നമ്മൾ ഇവിടുന്ന് ഈ ലോൺ എടുത്ത പൈസയിൽ നിന്നാണ് നമ്മളിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം പൈസ ചിലവുണ്ട്. അതൊക്കെ അയച്ചു തരുന്നു, സന്തോഷമേ ഉള്ളൂ. നീ അത് കഴിഞ്ഞ് അത് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ചെയ്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ അതുകൊണ്ട് മോൻ പറ, കാരണം തിരിച്ചു വന്നിട്ട് ചിലപ്പോൾ നിനക്ക് നല്ല 2-3 പടങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുമോ അതോ ജോലി അന്വേഷിച്ച് പോവോ? അമ്മേ, സിനിമ അഭിനയം മാത്രമല്ല, നമുക്ക് സിനിമയിൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, 35 വയസ്സ് വരെ സമയമുണ്ടല്ലോ ഇപ്പോൾ. കാരണം അപ്പം അറിയാമല്ലോ നമുക്ക് മോൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടെ വെച്ചോണ്ട് ഇപ്പോൾ വരുന്ന പടങ്ങൾ അഭിനയിക്കാൻ പറയും. സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം 1-2 പടമാണെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാൻ കൈയെടുത്ത് നമസ്കരിച്ച് പറയുകയാണ് കേരളത്തിലെ പ്രേക്ഷകരോടും അവനെ വെച്ച് ആ സമയത്ത് ചിത്രങ്ങൾ നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച നിർമ്മാതാക്കളോടും അന്നൊക്കെ സംവിധായകർ അങ്ങനെ നിർബന്ധപൂർവ്വം മാറ്റുന്നൊന്നും എനിക്കറിയില്ല ഉള്ളതായിട്ടൊന്നും. ഏതായാലും നിർമ്മാതാവിന് കാശ് മുടക്കില്ലേ. അപ്പോൾ ഞാൻ ഈ 2 കൂട്ടരെയും ഞാൻ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നിപ്പോൾ എൻ്റെ മോൻ നിൽക്കുന്ന ഒരു പൊസിഷൻ കാണുമ്പോൾ, അല്ലെ പൃഥ്വിരാജ് എവിടെ എത്തിയെന്ന് കാണുമ്പോൾ ഞാൻ കണ്ണുനീരോടുകൂടി പറയാണ്, അഭിമാനിക്കുന്ന ഒരമ്മയാണ് ഞാൻ. കാരണം അവൻ ആരെയും ദ്രോഹിക്കാനോ ആരെയും പറ്റി കുറ്റം പറയാനോ ആരുമായിട്ട് വഴക്കടിക്കാനോ ഒന്നും പോയില്ല. അവൻ്റെ അഭിപ്രായം പറയും. ചിലർക്കത് പലതരത്തിൽ വ്യാഖ്യാനിച്ച് ഇഷ്ടക്കേടുണ്ടാക്കാം,
ചിലരതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ പറഞ്ഞാലെന്താ തെറ്റ്, അയാളവിടെ കണ്ടുപോയപ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞു, ശരി, അപ്പോൾ എന്ത് പറയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മാനസിക നിലപാട് പോലിരിക്കും ഈ വ്യാഖ്യാനങ്ങളെ. വ്യക്തിപരമായിട്ട് ചെറിയ ചൊറിച്ചിലുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ ചീത്ത വിധത്തിലും വ്യാഖ്യാനിക്കാം, ഇത് നേരെ ചിന്തിക്കുന്നവർക്ക് അത് നല്ല രീതിയിലും വ്യാഖ്യാനിക്കാം. ഏതായാലും പ്രേക്ഷകരോടും എൻ്റെ മോനെ ഇന്നിപ്പോൾ രാജുവിൻ്റെ ഒരു പടം ഓടി എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്കൊരു വലിയ സന്തോഷമാണ്. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലില്ലാത്ത കഥകളുണ്ടാക്കി അവ ഇങ്ങനെയാണ് ഇയാൾ അങ്ങനെയാണ്, എന്താണ് സിനിമയെപ്പറ്റി എന്തറിയാമായിരുന്നിട്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നത്. ചലച്ചിത്രം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. അത് എഴുതുന്ന ആളിൻ്റെ, അത് സംവിധാനം ചെയ്ത ആളിൻ്റെ, സർവോപരി അതിൻ്റെ പൈസ മുടക്കുന്ന നിർമ്മാതാവിൻ്റെ. അവിടെ ചെന്ന് കിടന്നിട്ട് എല്ലാം അങ്ങ് മാറ്റിക്കോ എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പോൾ അവൻ ഡയറക്ടറാണ്. ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാലോ അല്ലെങ്കിൽ അതിന് മുമ്പും വല്ല അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ ചേട്ടാ അത് നമുക്ക് ഇതിങ്ങനെ പറഞ്ഞാലോ അത് ചോദിക്കും. ഇപ്പം അത് അവൻ തന്നെ കുറച്ചൊക്കെ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാറുണ്ട്. ചോദിക്കുമ്പോൾ അത് നേരാ കേട്ടോ, അത് ശരിയാ, അങ്ങനെ പറഞ്ഞോ എന്ന് സന്തോഷപൂർവ്വം സമ്മതിക്കുന്നവരാണെങ്കിൽ അത് പറയും. ഇതന്നൊക്കെ ചോദിക്കാൻ പറ്റും, ഇവരാര് നിലവന്ന കൊച്ചു ചെറുക്കൻ എന്നുള്ള ഒരു മനോഭാവം ചിലർക്കെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ സിനിമയിലതല്ല, രാഷ്ട്രീയത്തിൽ കണ്ടില്ലേ, എത്ര കാരണവന്മാർ കിടക്കുന്നു, കൊച്ചു പയ്യന്മാർക്ക് സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ആരോപണങ്ങളാണെങ്കിലും ഇത് വലിയ കാര്യമില്ല. പിന്നെ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നു, എൻ്റെ മോൻ്റെ ചിത്രങ്ങൾ കാണാറുണ്ടോ, അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്താണ് അവരുടെ പ്രതികരണം, അതാദ്യം അറിയുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കും എപ്പോഴും. അതാണ് ഞാൻ പൂജാമുറിയിൽ ചെന്ന് സന്ധ്യയ്ക്ക് വിളക്കിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, ഈശ്വര ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം മക്കളൊക്കെ മിടുക്കരായിട്ട് വരണത് പണ്ടും പറയും ഇപ്പോഴും പറയും. എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്, അവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരായി. ഇന്ദ്രനും തിരക്കാണ്, ഇന്ദ്രനാണെങ്കിൽ തമിഴോ ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് വെബ് സീരീസ് ഇതിനിടയ്ക്ക് എന്തോ MGR ഒക്കെ ആയിട്ട് അഭിനയിച്ച് വേറെ അല്ലാതെ ഉണ്ട് കേട്ടോ. ഇപ്പം ചിത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കുറേ കൂടെ ഒരു എന്താ പറയുക, ഒതുങ്ങി നിൽക്കുന്ന ആളാണ് അവൻ. അങ്ങനത്തെ ഒരു ഒതുക്കമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവൻ തന്നെ അവൻ്റെ ചിത്രങ്ങളെപ്പറ്റി പറയുന്നത് വളരെ കുറവാണ്. പിന്നെയും ഈ പ്രീമിയർ ഷോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഓരോരുത്തരും എന്നെ അറിയിക്കും. ഞാൻ പറയും, മോനെ കൺഗ്രാജുലേഷൻസ്, നന്നായിരിക്കട്ടെ മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനാണ് മെസ്സേജ് ഇടുന്നതുമൊക്കെ. അപ്പം ഇന്ദ്രനും അതേ പടങ്ങളുണ്ട്, ആവശ്യത്തിന് രണ്ടുപേർക്കും സ്വന്തം വീടുകളും ഒക്കെ ആയി. അവരെ കുട്ടികൾക്ക് വേണ്ടിയും അവരിപ്പോൾ ഈ പറയുന്നതിൽ കഷ്ടപ്പെടുന്നതൊക്കെ ഇന്ദ്രന് 2 പെൺകുഞ്ഞുങ്ങൾ, രാജുവിന് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതൊക്കെ അവർ കരുതട്ടെ. അല്ലാതെ ഒരമ്മ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അയ്യോ അമ്മോ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നടക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടായിരിക്കാം. ഞാനിതിനു മുമ്പ് പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ കൂടെ ചെന്ന് കിടന്ന് മോൻ എന്നെ മാത്രം ഞാൻ ആ തരത്തിലൊരു അമ്മയല്ല. അതിപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ അന്വേഷിക്കാറുമില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോഗ്യം ഉള്ളിടത്തോളം, ഭഗവാൻ അനുഗ്രഹിക്കുന്നിടത്തോളം കാലം നമുക്ക് അറിയാവുന്ന ജോലി ചെയ്തിട്ട് നമ്മുടെ ചിലവിന് മതിയല്ലോ. അവർക്കൊന്നും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ. പിന്നെ അവർ എല്ലാം ചെയ്ത മക്കളാണ്, എന്തും. ഇപ്പം ഞാൻ കണ്ടത് അതാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുമ്പോൾ എനിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനും 2 പേരും അവിടെ ഉണ്ടായി. എനിക്കൊക്കെ വിഷമവും തോന്നി. ഇന്ദ്രൻ്റെ ഒരു 10 ദിവസം ഷൂട്ടിങ് നീണ്ടപ്പോൾ അത് 10 ദിവസം കൂടെ നീട്ടിച്ച് എൻ്റെ കൂടെ രാജു എങ്ങാണ്ടെന്നൊക്കെ വന്നു, എന്തുവാ ലഡാക്കോ ബോംബെയിലെ ഹിന്ദി പടത്തിൻ്റെ സെറ്റോ. അപ്പം ഞാൻ നോക്കുമ്പോൾ കട രാവിലെ വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ വരണം, അയ്യോ അമ്മയല്ലേ അവിടെ ഇങ്ങനെ ഒരു ചെക്കപ്പിന് പോയതെന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഈശ്വരൻ അവരിലുണ്ടാക്കുന്നല്ലോ. ദൈവമേ ഇത് അങ്ങോളം തുടരണമെന്നേ ഉള്ളൂ. നമുക്കൊക്കെ വയസ്സായി, ഇനിയിപ്പോൾ ഇത്രയും കാലം കൂടി ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തു തന്നെയായാലും ശരി, മക്കളൊക്കെ സിനിമയിൽ ഇന്ന് വളരെ സജീവമാണ്. അതിനുള്ള വേദി ഒരുക്കിയ നിർമ്മാതാക്കളോടും പ്രേക്ഷകരോടും സംവിധായകരോടും ഒക്കെ എൻ്റെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്താനും കൂടെ വാസ്തവത്തിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. പിന്നെ എന്നോടും അതെ, വ്യക്തിപരമായിട്ട് ആർക്കും ഒരു വിരോധമില്ല. കാരണം എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിച്ചു കൂവിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്നവരെല്ലാം വലിയ ചേച്ചി അതങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി, അതവർക്ക് തെറ്റ് മനസ്സിലാവുന്നുണ്ട്. എന്തിനായിരുന്നു നമ്മളിങ്ങനെ ഈ അമ്മയും മോനെയും പറഞ്ഞതെന്നുള്ളത് അവർ തന്നെ, അതാണ് വേണ്ടത്. നമ്മൾ തിരുത്തുന്നില്ല, അവർ സ്വയം മനസ്സിലാക്കട്ടെ. ഇന്നേ വരെ നമുക്ക് ഒരു ദ്രോഹം അവർ ചെയ്തിട്ടില്ല, ഒരു വാക്ക് പോലും നമ്മളെ ചീത്ത വിളിച്ചിട്ടില്ല.
എന്തിനാണ് അപ്പോൾ സത്യം പറയാൻ പാടില്ല ഈ നാട്ടിൽ. സത്യം പറയുന്നവരായിരിക്കണം ആദ്യത്തെ മുൻഗണന, അല്ലാതെ പിന്നെ കണ്ടോണ്ട് അതും പറയേണ്ടത് കാര്യമൊന്നുമില്ല. അപ്പം ഏതായാലും എൻ്റെ മക്കൾ രണ്ടുപേരും ഇന്നിപ്പോൾ പൃഥ്വിരാജ് സംവിധായകനായി. ആ പടം ഈ ലൂസിഫർ എന്ന് പറയുന്നത് എൻ്റെ മോൻ സംവിധാനം ചെയ്ത ആദ്യത്തെ പടം നിർമ്മിച്ചത് ആൻ്റണി പെരുമ്പാവൂരെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അറിയുന്ന നിർമ്മാതാവാണ്. മോഹൻലാൽ പ്രധാന നടൻ, പിന്നെ എല്ലാവരും വിവേക് ഓബ്റോയ്, മഞ്ജു വാര്യർ എല്ലാം ഒരു വലിയ വൻ താരനിര തന്നെ ഉണ്ട് ആ പടത്തിൽ. അത് കണ്ടിട്ട് എനിക്ക് എവിടെ നിന്നൊക്കെ മെസ്സേജ് വന്നു അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ എന്നാലും ചേച്ചി ഇത് ആദ്യമായിട്ട് രാജു ചെയ്ത പടമാണോ ഇതൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു അതെ. പക്ഷേ അങ്ങനെയൊക്കെയുള്ളൊരു സംരംഭങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ രാജു ഒരുപാട് ഹോംവർക്ക് ചെയ്ത് നല്ലതുപോലെ അതിന് പിന്നിലിരുന്ന് അധ്വാനിച്ച് അവൻ്റെ എത്രയോ പടങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് 2-3 മാസം ഇതിനു വേണ്ടി ചിലവഴിച്ച് നോക്കി കണ്ട് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്ത ആളെ. ഇപ്പോൾ അതിൻ്റെ 2ാം ഭാഗം നടക്കുകയാണ്. അതാണ് രാജു ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ സുരേഷ് ഗോപിയുടെ മോടെ കല്യാണത്തിനൊക്കെ വരേണ്ടതായിരുന്നു. മോൻ ലണ്ടനിൽ അവിടെ കുറച്ച് ഇംഗ്ലീഷ് താരങ്ങളൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ആൻ്റണി എല്ലാം കൂടെ ഡേറ്റ് നോക്കി വന്നപ്പോൾ അപ്പോൾ അവരുടെയൊക്കെ സൗകര്യം നോക്കി ഒരു 10 ദിവസത്തെ ഷൂട്ടിംഗ് ഇപ്പോൾ ലണ്ടനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു സാരമില്ല, ഇവിടെ തിരുവനന്തപുരത്തോ അല്ലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അമ്മയോ എൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്, ഞങ്ങളൊക്കെ പോകാം. ഏതായാലും ഇപ്പോൾ ജോലി കളഞ്ഞേച്ച് വരാനും ഒക്കെ നമ്മുടെ പടമല്ല, അത് വേറെ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന ഈ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ അത് നടക്കുന്നു. ഇന്ദ്രനും അതെ, മദ്രാസിലും ഹൈദരാബാദിലും കേരളത്തിലും ഒക്കെ ആയിട്ട് ഓടി നടപ്പാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആൾക്കാരെന്ത് പറഞ്ഞാലും ഈ നാട്ടിലെ ഒരുപാട് പ്രേക്ഷകർ മനസ്സുകൊണ്ട് പാവം വലിയ ചേച്ചി അവർ ജീവിച്ചു പോയിക്കൊണ്ട് 2 മക്കളും ഒക്കെ ആയിട്ട് എന്നുള്ള ഒരു സ്നേഹവും ഒരു വാത്സല്യവും ഉയർന്നവർക്ക്. ഇപ്പോൾ എന്നെ ഒരുപാട് പേര് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ചേട്ടൻ തന്നെ പറയാറുണ്ട്, എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ തൊഴുതാലും ഇവിടെ പോലും അവിടെ പോലും നിന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ പരിപാപ്പയെ അത് ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് സീരിയലും സിനിമയൊക്കെ കാണുമ്പോൾ അയ്യോ മല്ലിക സുകുമാരൻ എന്നൊരു തോന്നൽ വരുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ കൊണ്ടായിരിക്കാം. ഏതായാലും ശരി, ഏത് വിധത്തിൽ അന്വേഷിച്ചാലും എന്നെ ഓർത്ത് അന്വേഷിക്കുന്നത്. ഇന്ദ്രനും പറഞ്ഞു ഇപ്പോൾ അവരെല്ലാവരും കൂടെ ഗുരുവായൂർ പോയപ്പോൾ എൻ്റെ പൊന്നമ്മേ തൊഴുന്ന ആൾക്കാർ തൊട്ട് പ്രസാദം തരുന്നവർ വരെ അമ്മയെ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അതല്ലാതെ ഒരു ദൈവം തമ്പുരാൻ്റെ ഒരു കളി. അവരൊക്കെ എന്നെ ഓർക്കുന്നില്ലേ, അത് തന്നെ എനിക്ക് ധാരാളം. അതാണ് എൻ്റെ സമ്പാദ്യവും തീർച്ചയായിട്ടും.